ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ മുടിയൊക്കെ ഡൈ ചെയ്യുമ്പോഴത്തേനും അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വാസലിൻ കയ്യിലൊന്ന് തടകിയിട്ട് നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ തന്നെ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റും, പോവാനൊക്കെ പാടായിരിക്കും. ഇതാകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒന്നും ആവാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സിബ്, ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സിബ്ബാണേലും അവർ പെട്ടെന്ന് ഇതേപോലെ വലിച്ചിടുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇടയ്ക്ക് ഇതേപോലെ കുരുങ്ങാറുണ്ട്. അപ്പോൾ ഇതേപോലെ വാസലിനൊന്ന് തേച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. വാസലിൻ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് ഇടുന്നതിനും തുറക്കുന്നതിനും ഒന്നും ഒരു പ്രയാസവും കാണത്തില്ല, കണ്ടോ. അപ്പം ഈ രീതിയിൽ നമുക്ക് സിബ് പൊട്ടാതെ തന്നെ നമുക്ക് വലിച്ച് ഉരിയെടുക്കുകയൊക്കെ ചെയ്യുന്നതിന് പ്രയാസമില്ലാതെ തന്നെ തുറക്കാം, കണ്ടോ. അപ്പം ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ടുള്ള സിബിനകത്തൊക്കെ ഒന്ന് വാസലിൻ പുരട്ടി കൊടുത്താൽ മതി. അടിഭാഗം അതിനകത്ത് കുടുങ്ങാതെ നോക്കിക്കൊള്ളണം, അതല്ലെങ്കിൽ നമ്മുടെ സിബ് വീണ്ടും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മളിതേപോലെ ചീർപ്പിലൊക്കെ വാസലിനൊന്ന് പുരട്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയിൽ എണ്ണ തേക്കാത്തവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും മുടിയൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെയ്യുവാൻ പറ്റും. അതേപോലെ പേൻ ചീപ്പാണേലും അതേപോലെ തന്നെ നമ്മൾ പേനൊക്കെ ചീവി എടുക്കുമ്പോഴത്തേനും നമുക്ക് വേദനയില്ലാതെ തന്നെ മുടിയൊന്നും പൊട്ടാതെ നമുക്ക് വാസലിൻ തേക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പേൻ ചീവി എടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കാറുണ്ട്. അപ്പം ഇതേപോലെ ഐസ് കട്ട നമ്മുടെ താഴ്ഭാഗത്ത് കുറച്ചാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം ഫ്രിഡ്ജ് തുറന്നാലും ആ തണുപ്പ് പോവാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തണുപ്പ് നിൽക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ഒക്കെ ചുടുമ്പോഴത്തേനും നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ പോയ പാനുണ്ടല്ലോ, നോൺ സ്റ്റിക്ക് പാനൊക്കെ കോട്ടിങ്ങൊക്കെ പോയതാണെങ്കിൽ ഇതേപോലെ ഐസൊന്ന് അടുപ്പത്ത് വെച്ച് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ഐസ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ സൈഡ് ഭാഗത്തൊക്കെ എത്ര കട്ടിയായിട്ട് പിടിച്ചിരുന്നാലും ഇതേപോലെ ഐസ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. ആ ചൂടോട് കൂടി തന്നെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തും. അപ്പോൾ നല്ലൊരു പാന് നല്ലൊരു സോഫ്റ്റും ആയിരിക്കും. അതല്ല കോട്ടിങ്ങി പോയതാണെങ്കിൽ തന്നെ നമുക്ക് ദോശയൊക്കെ നല്ല രീതിയിലായി കിട്ടും. പിന്നെ ഒരു സവാള വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. സവാള തൊലി കളഞ്ഞ ശേഷം അതും ഒന്ന് വെച്ച് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഇനി കണ്ടോ, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും ഉപ്പും കൂടെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ ആ കോട്ടിങ്ങിൽ പോയ പാനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ദോശയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇളകി വരും, ഉണ്ടോ. ഇതേപോലെ സവാള വെച്ച് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ്, ഐസ് കട്ടയൊക്കെ ഉരുകിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഐസ് കട്ട വെച്ചൊന്ന് തേച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് സവാള വെച്ച് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, അത് പരലുപ്പ്, ചെറിയ പരലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ സൈഡിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പാനൊക്കെ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഗ്ലേസിങ് ആണ് പാനിനകത്ത്, കണ്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ദോശയും അതേപോലെ തന്നെ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പാനൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അതിനകത്തോട്ട് ഏതാണ്ട് ദോശ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കണ്ടാൽ നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ദോശയൊക്കെ ചുട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.